പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാന്തി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിന് പിരിഞ്ഞു പോകാൻ നിങ്ങൾക്ക് ഇടവരാതിരിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നല്ലൊരു അനുഗ്രഹമാണ്. അതെല്ലാം കർത്താവ് വലിയൊരു കൃപയാക്കി മാറ്റും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാലച്ചന്റെ കൂട്ടായ്മയിൽ ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ സ്ഥിരമായിട്ട് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്നവരുണ്ടെങ്കിലും പ്രത്യേകിച്ച് ആദ്യമായിട്ടൊക്കെ ശുശ്രൂഷയെ സംബന്ധിക്കുന്നവരുണ്ടാകും. അപ്പം അതുകൊണ്ട് അവരെ പ്രത്യേകം ഒന്ന് സ്വാഗതം ചെയ്യുകയാണ്. ഇത് കർത്താവിൻ്റെ വലിയ കരുണയാൽ അനേക വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായി ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാലച്ചൻ ആരംഭിച്ചൊരു ശുശ്രൂഷയാണ്. ഈശോയുടെ കരുണയാൽ തലമുറകളിലൂടെ കർത്താവ് തന്നെ അത് തുറന്നുകൊണ്ട് പോയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. അതാണ് ഇന്ന് അനേക യുവജനങ്ങളെ കർത്താവ് വിദേശത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ അനേകരെ ജോലിക്ക് പല സ്ഥലങ്ങളിലേക്ക് അയക്കുന്നു. എന്നാൽ ലോകത്തിൽ ഓരോ സ്ഥലത്തുനിന്ന് ഓരോ സ്ഥലത്തേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വാസ്തവത്തിൽ ബൈബിളിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം ഓരോ സ്ഥലങ്ങളിലേക്കും മനുഷ്യനെ അയക്കും. ഒരു പക്ഷേ നമ്മളെ കോളേജിലേക്ക് യുവജനങ്ങളെ കുട്ടികളെയൊക്കെ അയക്കുമ്പോൾ ദൈവം അയക്കുന്ന പഠിപ്പിക്കാൻ ഒക്കെ ആണെങ്കിലും അതിൻ്റെ കൂടെ സുവിശേഷ വേലയും കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദൈവം അയക്കുന്നത്. ഒരു പക്ഷേ പുതിയ ഒരു സ്ഥലത്തേക്ക് ദൈവം നമ്മൾ അയക്കുകയാണെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യം അവിടെ ശരിക്കും സുവിശേഷ വേല ചെയ്യണം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഓരോ അയക്കപ്പെടലിൻ്റെ പുറകിലും അങ്ങനത്തെ ഒരു കാര്യമുണ്ട്.
പ്രൈസ് ദ ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവാണ് നമ്മളിങ്ങനെ അയക്കുന്നത്, പരിശുദ്ധാത്മാവാണ് നമ്മൾ രൂപപ്പെടുന്നത്. അപ്പോൾ ആത്മാവിനോട് എപ്പോഴും ഇടയ്ക്കിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, പരിശുദ്ധാത്മാവിനെ അയക്കണമേ, പരിശുദ്ധാത്മാവ് എന്നെ രൂപപ്പെടുത്തണേ, പരിശുദ്ധാത്മാവിനെ സഹായിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പോസ്തലരുടെ പ്രവൃത്തി 20-ാമത്തെ അധ്യായത്തിൽ 22 ഒരു വചനമുണ്ട്. അവിടെ പൗലോസ്ലീഹ പറയുകയാണ്, പരിശുദ്ധാത്മാവിനാൽ നിർബന്ധിതനായി ഞാൻ ജെറുസലേമിലേക്ക് പോവുകയാണ്. ആത്മാവാണ് ഒരുക്കുന്നത്, ആത്മാവാണ് നമ്മളെ നയിക്കുന്നത്. ഓരോരുത്തരും പ്രാർത്ഥിക്കും, എൻ്റെ ദൈവമേ എന്നെ ഒരുക്കണം, എന്നെ അയക്കണം. ആ പ്രാർത്ഥന എല്ലാം കർത്താവ് കേൾക്കും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചാൽ വരും നാളുകളിൽ ദൈവം അതിന് നമുക്കൊരു വഴി തരും, ദൈവം നമ്മളെ ഒരുക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ആത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നെ ഒരുക്കണമേ, എന്നെ അയക്കണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം ഈശോയെ നൽകാൻ, സുവിശേഷം നൽകാൻ എന്നെ ഒരുക്കണമേ, എന്നെ അയക്കണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. ആത്മാവേ എന്നെ അയക്കണമേ, നിൻ വചനം ഘോഷിക്കാൻ. ആത്മാവേ എന്നെ അയക്കണമേ, നിൻ നാമം കീർത്തിക്കാൻ. ആത്മാവേ എന്നെ അയക്കണമേ, നിൻ വചനം ഘോഷിക്കാൻ. ആത്മാവേ എന്നെ അയക്കണമേ, നിൻ നാമം കീർത്തിക്കാൻ. ലോകത്തിൻ്റെ അതിർത്തികളോളം നാമം ഘോഷിക്കാൻ. ലോകത്തിൻ്റെ അതിർത്തികളോളം നാമം ഘോഷിക്കാൻ. ആത്മാവേ എന്നെ ഒരുക്കണമേ, ആത്മാവേ എന്നെ അയക്കണമേ, ആത്മാവേ എന്നെ ഒരുക്കണമേ, ആത്മാവേ എന്നെ അയക്കണമേ. ഓരോരുത്തരുടെ ഹൃദയം കൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണ്, വെറുതെ സ്തുതിക്കുകയല്ല, ഹൃദയം കൊണ്ട് ശരിക്കും പ്രാർത്ഥിക്കുകയാണ്. ദൈവം ഈ പ്രാർത്ഥന കേൾക്കും. കർത്താവിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി എന്നെ അയക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനകൾക്ക് നേരെ ദൈവത്തിൻ്റെ വലിയൊരു കരുണയുടെ കടാക്ഷമാണ്. ഓരോരുത്തരും ഇപ്പോൾ പ്രാർത്ഥിക്കുക, ദൈവമേ ഈ ലോകം പാപത്തിൽ മുങ്ങുമ്പോൾ, ഈ ലോകം പാപത്തിൽ പെരുകുമ്പോൾ, കർത്താവേ, കർത്താവേ, ഗത്സമേ തോട്ടത്തിൽ അങ്ങ് ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ ഉണർവോടെ പ്രാർത്ഥിക്കാൻ, ജാഗരണ പ്രാർത്ഥന നടത്താൻ, പരിഹാര പ്രാർത്ഥനകൾ നടത്താൻ എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. കർത്താവേ എന്നെ അഭിഷേകം ചെയ്യണമേ. ലോകം മുഴുവൻ പാപത്തിൽ മയങ്ങുമ്പോ ഉണർവോടെ പ്രാർത്ഥിക്കാൻ വരവെനിക്കേകണമേ. ലോകം മുഴുവൻ പാപത്തിൽ മയങ്ങുമ്പോ ഉണർവോടെ പ്രാർത്ഥിക്കാൻ വരവെനിക്കേകണമേ. ആത്മാക്കൾക്കായി പ്രാർത്ഥിക്കാനായി കണ്ണീരേകണമേ. ആത്മാക്കൾക്കായി പ്രാർത്ഥിക്കാനായി കണ്ണീരേകണമേ. ആത്മാവേ എന്നെ ഒരുക്കണമേ, ആത്മാവേ എന്നെ അയക്കണമേ, ആത്മാവേ എന്നെ ഒരുക്കണമേ, ആത്മാവേ എന്നെ അയക്കണമേ, ആത്മാവേ എന്നെ ഒരുക്കണമേ, ആത്മാവേ എന്നെ അയക്കണമേ, ആത്മാവേ എന്നെ ഒരുക്കണമേ, ആത്മാവേ എന്നെ കർത്താവേ സുവിശേഷ വേല ചെയ്യാൻ, ആത്മാക്കളെ നേടാൻ, ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ദൈവമേ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടാൻ കർത്താവേ ഓരോ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, ഓരോ ബാലന്മാരെ അഭിഷേകം ചെയ്യണമേ. ദാനിയേലിനെ വളരെ ചെറുപ്പത്തിൽ അഭിഷേകം ചെയ്തതുപോലെ അഭിഷേകം ചെയ്യണമേ. ദാനിയേൽ എന്ന ബാലന്റെ ആത്മാവിനെ കർത്താവ് ഉണർത്തി എന്നതുപോലെ ഉണർത്തണമേ ദൈവമേ. ഫിലിപ്പി ലേഖനം 4:3 സുവിശേഷ വേല ചെയ്യുന്നവന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട്. കർത്താവേ സുവിശേഷ വേല ചെയ്ത് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിക്കാൻ തക്കവിധം ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ കർത്താവേ. കർത്താവേ അതിന് ഞങ്ങളെ കഴിവുകൊണ്ട് നടക്കുകയല്ല, അങ്ങ് ഞങ്ങളെ തെരഞ്ഞെടുക്കണമേ, അങ്ങ് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ.
ദാനിയേൽ 12:3 അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവൻ ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും. കർത്താവേ, അനേകരെ യേശുവിലേക്ക് നയിക്കാൻ തക്കവിധം ഓരോരുത്തരും അഭിഷേകം ചെയ്യണമേ, ശക്തിപ്പെടുത്തണമേ. സുവിശേഷം എന്നുള്ള മടി അലസതയെ മാറട്ടെ. എന്റെ സമയം പോകുന്നതിന് ചിന്ത മാറട്ടെ. തകർന്നു പോകുന്ന ആത്മാക്കളെ പ്രതി വേദന നൽകണമേ കർത്താവേ. നശിച്ചു പോകുന്ന ആത്മാക്കളെ പ്രതിയുള്ള വേദന നൽകണമേ കർത്താവേ. പ്രവാചകന്മാർക്കുണ്ടായ വേദന, വിശുദ്ധന്മാർക്കുണ്ടായ വേദന, പരിശുദ്ധ അമ്മയുടെ വേദന ഏറ്റുവാങ്ങാൻ അഭിഷേകം ചെയ്യണമേ. ആരാധന ആരാധന Praise the Lord. Praise the Lord. Hallelujah. Hallelujah. കർത്താവിന്റെ സന്നിധിയിൽ സ്വസ്ഥമാകാം, സ്വസ്ഥമായിരിക്കാം. കുട്ടികളൊക്കെ നല്ല ഉണർവോടെ ഇരിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. Praise the Lord. Praise the Lord. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഉത്കണ്ഠയും ഹൃദയവ്യഥയും മാറ്റുക. നമ്മുടെ ജീവിതം അനുഗ്രഹം പ്രാപിക്കാൻ രണ്ട് സംഗതികൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റിക്കളയണം. ഒന്ന് ഉത്കണ്ഠ, രണ്ട് ഹൃദയവ്യഥ. ഇത് രണ്ടും കൊള്ളില്ല. Praise the Lord. Praise the Lord. ചിലപ്പോൾ കാരണവരൊക്കെ ചില പ്രത്യേക തരത്തിൽ ബ്ലഡിൽ പല കൗണ്ടുകളൊക്കെ കൂടിക്കൂടി വരുമ്പോൾ ചിലപ്പോൾ ഷുഗർ ആയിരിക്കാം, കൊളസ്ട്രോൾ ആയിരിക്കാം, ഇതൊന്നും കൊള്ളില്ല എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിൽ ഉത്കണ്ഠ, ഹൃദയവ്യഥ ഇതൊന്നും നല്ലതല്ല, ഒട്ടും നന്നല്ല. പണ്ട് ഏതോ ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ട്, അസ്വസ്ഥത, പാപം കഴിഞ്ഞാൽ ആത്മാവിൻ്റെ ഏറ്റവും വലിയ ഒരു ശത്രു തന്നെയാണ് ഇതുപോലത്തുള്ള സംഗതികളൊക്കെ. എന്താണ് ഉത്കണ്ഠ കൊണ്ടുവരുന്ന അപകടം? എന്താണ് ഹൃദയവ്യഥ വിളിച്ചു വരുത്തുന്ന തടസ്സം, ബ്ലോക്ക്? അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 25-ാം തിരുവചനം, പ്രോവേർബ്സ് ചാപ്റ്റർ 12:25, നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് വായിക്കാം. ഉത്കണ്ഠ ഒരുവന്റെ ഹൃദയത്തെ നിരുന്മേഷമാക്കുന്നു. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ആകുലത, ഉത്കണ്ഠ വന്നാൽ സംഭവിക്കുന്ന കാര്യം ഹൃദയത്തിന്റെ ഉന്മേഷം നഷ്ടപ്പെട്ടു പോകുന്നു. ഹൃദയത്തിന്റെ ആ ഒരു സജീവത, ഊർജ്ജസ്വലത, ഹൃദയത്തിന്റെ വലിയ ആനന്ദം, ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവകൃപ, ഇതെല്ലാം പതുക്കെ 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 നഷ്ടപ്പെട്ടു പോകാൻ വേണ്ടി തുടങ്ങും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. രണ്ടാമത്തെ ഒരു സംഗതിയാണ് ഹൃദയവ്യഥ. ഇതുണ്ടാക്കുന്ന പ്രശ്നം എന്താ? സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 13-ാം തിരുവചനം, ഹൃദയവ്യഥ ഉന്മേഷം കെടുത്തിക്കളയുന്നു. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അപ്പൊ നമ്മള് നല്ല വൈബ്രന്റ് ആയിട്ട് ആത്മാവിൽ ജ്വലിച്ച്, തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി ശുശ്രൂഷ ചെയ്യണമെന്നൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ വെളിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ നല്ല ജ്വലനത്തോടുകൂടി, നല്ലൊരു കൃപയോടുകൂടി നമ്മൾ വ്യാപരിക്കുന്നതിന് ഒരു തടസ്സമാണ് ഹൃദയത്തിന്റെ വ്യഥ. എന്താണ് എൻ്റെ സഹോദരങ്ങളെ ഈ ഉത്കണ്ഠ, ഹൃദയവ്യഥ, ഇതൊക്കെ തമ്മിലുള്ള അന്തരം, അല്ലെങ്കിൽ ഇത് എന്താണ്? ഉത്കണ്ഠ എന്ന് പറയുന്നത് ഭാവിയെക്കുറിച്ചുള്ളതാണെങ്കിൽ ഹൃദയവ്യഥ എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ ചില കാര്യങ്ങളെക്കുറിച്ചാവാം. ഉദാഹരണം പറഞ്ഞാൽ, ഉത്കണ്ഠ എന്തായി, മക്കളുടെ കാര്യം എന്താവും, ജോലി കാര്യം എന്താവും, വീടിൻ്റെ കാര്യം എന്താവും, അല്ലേ? അങ്ങനത്തെ ഒരുപാട് തരത്തിലുള്ള ഒരു ഉത്കണ്ഠ. ഒരു പക്ഷേ അതിൻ്റെ തരുന്ന മറ്റൊരു സംഗതിയാണ് ഹൃദയവ്യഥ. ഉദാഹരണം, ഞാൻ പരീക്ഷയിൽ ഇച്ചിരി മാർക്ക് കുറഞ്ഞു പോയി, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിൽ പരാജയപ്പെട്ടു പോയി, അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു. അതിനെക്കുറിച്ച് ഇങ്ങനെ ഹൃദയത്തിൽ ഓർത്തോർത്ത് സങ്കടപ്പെട്ടിരിക്കുക. അപ്പം വാസ്തവത്തിൽ പലരുടെയും ജീവിതം കിടക്കുന്നത് ഇതിനകത്താണ്. ഉത്കണ്ഠ എന്ന് പറയുന്നത് ഭാവിയുമായി ബന്ധപ്പെട്ടുള്ളതാണെങ്കിൽ, അല്ലേ, ഹൃദയവ്യഥ എന്ന് പറയുന്നത് ചിലപ്പോൾ പാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞൊരു കാര്യം, പാസ്റ്റും ഫ്യൂച്ചറും നോക്കാതെ നമ്മൾ പ്രസന്റിൽ ജീവിക്കണം. നമ്മുടെ ഈശോ, നമ്മുടെ കർത്താവ് ഇന്നിൻ്റെ ദൈവമാണ്, അല്ലേ? ബൈബിൾ എത്രയോ സുന്ദരമായ വചനമാണ്.
ഇന്ന് നീ എന്നോട് കൂടെ പരദീസായിലായിരിക്കും. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കണ്ടുവന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ദൈവം എന്ന് പറയുന്നത് നാളെയുടെ ദൈവമല്ല, ഇന്നിന്റെ ദൈവം. ഇന്ന് കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുന്നല്ലേ വചനം എന്ന് പറയുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഒരു ജീവിതത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇതിനൊരു മറുമരുന്ന് എന്ന് പറയുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിന്റെ 27-ാമത്തെ തിരുവചനം, ഗോസ്പൽ സെന്റ് മാത്യു ചാപ്റ്റർ 6:27. നമുക്കറിയാവുന്ന ഒരു വചനമാണ്. ഉത്കണ്ഠ മൂലം ആയുസ്സിന്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? ചിന്തിച്ചു നോക്ക്. നമ്മൾ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ആകുലപ്പെട്ട് വ്യഗ്രതപ്പെട്ട് ഉത്കണ്ഠയോട് ഇങ്ങനെ ഇരിക്കുന്നു എന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു നന്മ ഉണ്ടാകുന്നുണ്ടോ? മത്തായി 6:34 ഗോസ്പൽ ഓഫ് സെന്റ് മാത്യു ചാപ്റ്റർ 6:34 എന്താ പഠിപ്പിക്കുന്നത്? നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്, നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി എന്ന് പറഞ്ഞാൽ ഭാവിയെക്കുറിച്ചുള്ളതും ഭൂതത്തെക്കുറിച്ചുള്ളതും വിട്ടിട്ട് ഇന്നത്തെ ജീവിതത്തെക്കുറിച്ച് അതിൽ കർത്താവിൽ ശരണപ്പെട്ട് മുന്നോട്ട് പോകാനാണ് ശരിക്കും ദൈവം ആഗ്രഹിക്കുന്നത്. അവർക്ക് പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഹൃദയവ്യഥ ഉന്മേഷം കെടുത്തി കളയുന്നുണ്ടെങ്കിൽ ഹൃദയത്തിൻ്റെ വലിയ ഒരു സന്തുഷ്ടി എന്തിനാണ് അടങ്ങിയിരിക്കുന്നത്? സുഭാഷിതങ്ങളുടെ പുസ്തകം 15-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ തിരുവചനം, സന്തുഷ്ടമായ ഹൃദയം മുഖത്തെ പ്രസന്നമാക്കുന്നു. അതുകൊണ്ട് ഹൃദയത്തിന് നല്ല ഒരു നിറമുണ്ടെങ്കിൽ ഇതെല്ലാം പോയിക്കൊണ്ടിരിക്കും. എന്താണ് ഹൃദയത്തിൽ നിറവായി വരേണ്ടത്? എന്താണ് ഹൃദയത്തിൽ നിറയേണ്ടത്? അത് പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും വചനം വെളിപ്പെടുത്തുന്നുണ്ട്. അതെന്താണ് സഹോദരങ്ങളെ? അത് ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. സുഭാഷിതങ്ങൾ 15:30 ഇതിന് വചനം പഠിപ്പിക്കുകയാണ്. സദ്വാർത്ത നമ്മുടെ ശരീരത്തെ ഉത്തേജിപ്പിക്കുന്നു. സദ്വാർത്ത, പുതിയ വാർത്ത, പുതിയ നിയമം, സുവിശേഷം, അത് നമ്മുടെ ജീവിതത്തെ എപ്പോഴും ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കും. സുഭാഷിതങ്ങൾ 12:25 ആദ്യം നമ്മൾ കണ്ട അതേ വചനം. ഉത്കണ്ഠ ഒരുവന്റെ ഹൃദയത്തെ നിരുന്മേഷമാക്കുന്നു, നല്ല വാക്ക് ദൈവവചനം അത് അവനെ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് പ്രത്യാശ തരേണ്ടത് ദൈവത്തിൻ്റെ വചനമാണ്. നമ്മുടെ ഹൃദയത്തിൽ നിറയേണ്ടത് ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞ വചനം അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് ഉത്കണ്ഠയില്ല, അതുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് ഹൃദയവതയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ബൈബിളിലെ പ്രവാചകന്മാര്, വിശുദ്ധാത്മാക്കള് അവരുടെ ഹൃദയത്തിൽ വചനമാണ് നിറഞ്ഞിരുന്നത് കൊണ്ട് ഹൃദയത്തിലാണ് വചനം സൂക്ഷിച്ചു വെക്കേണ്ടത്. അപ്പൊ ഹൃദയത്തിൽ സദ്വാർത്ത, നല്ല വാക്ക്, നല്ല വചനം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞാൽ ഉത്കണ്ഠയ്ക്ക് സ്ഥാനമില്ല, ഹൃദയവതയ്ക്ക് സ്ഥാനമില്ല. കാരണം എന്താ? ഈ വചനം നമ്മൾ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കും, ഈ വചനം നമുക്ക് ഉന്മേഷം തന്നുകൊണ്ടിരിക്കും, ഈ വചനം നമ്മളെ നയിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനത്തെ ചില വചനങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ പഠിച്ചൊരു വചനം അതുപോലെ എൻ്റെ ഹൃദയത്തെ ഉത്തേജിപ്പിച്ചു. അതെന്തായാലും നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് അറിയാവുന്നൊരു വചനമാണ്. റോമാ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൻ്റെ 18 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളാണ്. ലെറ്റർ റോമൻ ചാപ്റ്റർ 4:18-20. താൻ അനേകം ജനതകളുടെ പിതാവാകുമെന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കേൾക്കണ സഹോദരങ്ങളെ, പ്രതീക്ഷയ്ക്ക് യാതൊരു സാധ്യതയില്ല. പിന്നെ എങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റുന്നത്? പക്ഷേ പ്രതീക്ഷയോടെ വിശ്വസിച്ചു. അതാണ് അബ്രാഹാം. 100 വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നുവെന്നും സാറായിയുടെ ഉദരം വന്ധ്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവന്റെ വിശ്വാസം ദുർബലമായില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിൽ ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ ഇല്ലയോ, സാധ്യത അസാധ്യത ഒന്നും നോക്കരുത്, ദുർബലമാകരുത്. വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിന്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല, മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം ഇതുപോലെ നമ്മളെ ശക്തിപ്പെടുത്തണം. സാധ്യത ഇല്ലാത്തപ്പോഴും പ്രതീക്ഷയോടെ വിശ്വസിക്കണം. അസാധ്യത എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തെ ദുർബലമാക്കരുത്.
ദൈവത്തിന്റെ വാഗ്ദാനത്തിനെതിരെ, ദൈവത്തിന്റെ വചനത്തിനെതിരെ നമ്മൾ ചിന്തിക്കരുത്. ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ നമ്മൾ ശക്തി പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഞാൻ പറഞ്ഞ കഴിഞ്ഞ നാളുകളിൽ ഒരു വ്യക്തി ഒരു അഭിഷേകത്തിന്റെ കൺവെൻഷനിൽ മറ്റോ പറഞ്ഞൊരു സാക്ഷ്യം വളരെ വളരെ കൃത്യമാണ്. ഒരു സാധ്യത ഇല്ലാതിരുന്ന സമയത്ത് ഈ വ്യക്തി അതുപോലെ അങ്ങോട്ട് വിശ്വസിച്ചു. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ജന്മ പറഞ്ഞു. തൃശ്ശൂർ വലപ്പാട് നിന്ന് ഞാൻ വരുന്നു. തൃശ്ശൂർ വലപ്പാടുന്ന് ഞാൻ നോക്കുമ്പോൾ രാവിലെ ഒരു ബസ് ആളുകൾ തൃശ്ശൂരിൽ നിന്ന് വണ്ടി നിറച്ച്. എന്നിട്ട് എനിക്ക് 2 ചെവിക്കും 2017 കേൾവി കുറഞ്ഞു. കേൾവി കുറഞ്ഞു പോയി. എന്നിട്ട് ഡോക്ടറെ കാണിച്ചു. കേൾവി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. കേൾവി ടെസ്റ്റ് ചെയ്തപ്പോൾ 43ഉം 48% കേൾവി നഷ്ടപ്പെട്ടിരുന്നു. 43% കേൾവി നഷ്ടപ്പെട്ടു. 43ഉം 48% കേൾവി നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ പകുതി കേൾവി പോയി. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്തപ്പോൾ 2 ചെവിക്കും ഹോളുണ്ട്. അതുകൊണ്ട് 2 ചെവിയും ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. 2 ചെവിക്കും ദ്വാരം വീണ് ഹോളായി, ഡയഫ്രത്തിന് ഹോള് വീണ് 2 ചെവി ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കുമെന്ന് ചോദിച്ചപ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പ്രാർത്ഥിക്കുകയാണ് നല്ലതെന്നുള്ളിൽ അഭിഷേകാഗ്നി ഞാൻ മുന്നേ കാണാറ് പതിവുണ്ട്. ഞായറാഴ്ച ദിവസം 8:30. അങ്ങനെ അഭിഷേകാഗ്നി കാണാൻ വേണ്ടി പിന്നെ അടുത്ത ഞായറാഴ്ച തന്നെ കാണാനിരുന്നപ്പോൾ ഒരു ചേട്ടൻ, വിശ്വാസമില്ലാത്തൊരു ചേട്ടനായിരുന്നു. ആ ചേട്ടൻ 3 മാസം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിരുന്നു. ആളുടെ നാവിൻ്റെ അടിയിൽ ഒരു സ്റ്റോൺ ഉണ്ടായിരുന്നു. അത് കുറേ നാളുകളായിട്ട് ആള് ഇരുന്നിരുന്ന ആരോ നിർബന്ധത്താലാണ് ഇവിടെ വന്നിട്ട് ആള് പ്രാർത്ഥനയിൽ കൂടി പോയത്. പിന്നെ വേദന വന്നു കഴിഞ്ഞപ്പോൾ ആള് മരുന്ന് കഴിക്കാതെ പ്രാർത്ഥിച്ചിരുന്നിരുന്ന് അന്ന് രാത്രി ആ നാവിൻ്റെ അടിയിൽ നിന്ന് ആ സ്റ്റോൺ താഴേക്ക് വീണു. ഒരു മുളകിൻ്റെ വലുപ്പമുള്ള ഒരു സ്റ്റോൺ, ഒരു കല്ല് നാവിൻ്റെ അടിയിൽ നിന്ന് പഴുത്ത് വേദന സഹിച്ച ചേട്ടൻ ആ ഒരു അനുഭവം പറഞ്ഞത്, അത് വിശ്വാസത്തിൽ യേശുവിനെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചു. അന്ന് നേരം വെളുക്കാറായപ്പോഴത്തേന് സ്റ്റോൺ പുറത്തേക്ക് പോയി. അപ്പോൾ ആ ഒരു കാര്യം ഈ സാക്ഷ്യം പറയണത് ഈ സഹോദരി കേട്ടു. അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ അഭിഷേകാഗ്നി കാണാറ് പതിവുണ്ടെങ്കിലും 5 ആഴ്ച മുടങ്ങാതെ തുടർച്ചയായിട്ട് അഭിഷേകാഗ്നി കാണാമെന്ന് ഞാൻ നേർന്നു. അതൊരു പ്രത്യേകമായ ഒരു പ്രാർത്ഥനാ രീതിയാണ്. ആദ്യമായിട്ട് വരുന്നവർക്ക് ചിലപ്പോൾ അത് പരിചയം ഉണ്ടാവില്ല. നമ്മൾ ഒരു നിയോഗത്തിന് വേണ്ടി 5 ആഴ്ച 7 ആഴ്ച ദൈവവചനം കേൾക്കുക, അല്ലെങ്കിൽ 7 വെള്ളിയാഴ്ച ഉപവസിക്കുക, അല്ലെങ്കിൽ 7-9 വെള്ളിയാഴ്ച കുരിശിന് വേണ്ടി നടത്തി പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരു നേർന്ന് ഒരു വ്രതം എടുത്ത് ഒരു പ്രാർത്ഥനയുണ്ട്. ഈ സഹോദരി എടുത്ത നേർച്ച ഇതാണ്: ഞാൻ 5 ആഴ്ച എൻ്റെ ഈ 2 ചെവികൾക്കും കേൾവി കിട്ടാൻ വേണ്ടി 5 ആഴ്ച ഷാലോം ചാനലിൽ അഭിഷേകാഗ്നി കണ്ട് പ്രാർത്ഥിക്കും എന്ന് ഒരു നേർച്ച നേർന്നു. എന്നിട്ട് സൗഖ്യം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അട്ടപ്പാടിയിൽ വന്നിട്ട് സാക്ഷ്യപ്പെടുത്താമെന്നും കൂടെ അന്ന് തീരുമാനമെടുത്തു. അന്ന് മനസ്സുകൊണ്ട് നേർന്നു. എന്നിട്ട് പിന്നെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് കേൾവിക്ക് കുറച്ച് കൂടുതലായിട്ട് കേൾവി വന്നു തുടങ്ങിയപ്പോൾ പണ്ടത്തെക്കാലം കുറച്ചും കൂടെ കൂടുതൽ കേൾക്കാൻ തുടങ്ങി. എന്നിട്ട് അപ്പൊ ഞാൻ വേറൊരു ഡോക്ടറെ പോയി കണ്ടു. ആ ഡോക്ടറെ പോയി കണ്ടിട്ട് ആള് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അത് വെറുതെ നീർക്കെട്ടാണ്, മരുന്ന് കഴിച്ചാൽ. അപ്പൊ ഞാൻ പറഞ്ഞു, ആദ്യം കണ്ട ഡോക്ടർ 2 ചെവിയും ഓപ്പറേഷൻ ചെയ്യണമെന്നാ പറഞ്ഞിരുന്നത് എന്ന് പറഞ്ഞു. ഹോളുണ്ട് അല്ലേ? എന്നിട്ട് അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ഹോൾ ഉണ്ടായാലാണ് ഓപ്പറേഷൻ ചെയ്യുക, ഇത് 2 ചെവിയിലും ഹോളില്ല, പിന്നെ എന്തിനാ ഓപ്പറേഷൻ ചെയ്യുന്നത്? ഓപ്പറേഷൻ 2 ചെവിയിലും ഇപ്പോൾ ഹോളില്ല. 2 ചെവിയിലും ഹോളില്ല. ഒരു ചെറിയ നീർക്കെട്ടുള്ള 2 ചെവിയിലും ഹോളും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. ഓപ്പറേഷൻ വേണ്ട, സർജറിയും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. ഇന്നിപ്പോ കേൾവി എങ്ങനെയുണ്ട്? കേൾക്കാൻ പറ്റുമോ? എല്ലാം കേൾക്കാം. ഇപ്പൊ ആർക്കും കുറ്റം പറയാൻ പറ്റില്ല. കുറ്റം പറഞ്ഞാൽ കൂടുതൽ കേൾക്കും. സാക്ഷ്യം പറയാനായിട്ട് വൈകി പോയിന്ന് മാത്രം. 2 കൊല്ലം എനിക്ക് വരാൻ അവസരം. ഇപ്പോഴാണ് പള്ളിയിൽ നിന്ന് വണ്ടി പോന്നപ്പോ അതോടുകൂടെ ഇപ്പൊ അവിടെ നിന്ന് പള്ളിയിൽ നിന്ന് വണ്ടി പോന്നപ്പോ ഇന്ന് ഇപ്പൊ 2 വർഷമായിട്ട് ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. ക്ലിയർ ആയിട്ട് കേൾക്കാം. നോക്കിയേ, മറ്റേത് കേൾവിയില്ലാതെ ഇങ്ങനെ കേൾവി കുറഞ്ഞ് വരികയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഈശോ ഒരു പാഠം, ഒരു പ്രബോധനം ഈശോ നമുക്ക് തരുന്നുണ്ട്. ഒരു കാര്യത്തിന് വേണ്ടി വ്രതം എടുത്ത് പ്രാർത്ഥിക്കുക, ഒരു കാര്യത്തിന് വേണ്ടി നേർന്ന് പ്രാർത്ഥിക്കുക. ഞാൻ 5 വെള്ളിയാഴ്ച വചനം കേട്ട് പ്രാർത്ഥിക്കും. ഞാൻ 11 വെള്ളിയാഴ്ച കുരിശിൻ്റെ വഴി നടത്തും. ഞാൻ എല്ലാ ദിവസവും വെളുപ്പിന് എഴുന്നേറ്റ് 3 മണിക്ക് എഴുന്നേറ്റ് 33 ദിവസം കുരിശിൻ്റെ വഴി ചെല്ലും. ഇങ്ങനെയൊക്കെ ഓരോ നിയോഗത്തിന് വേണ്ടി
നമുക്ക് വ്രതമെടുത്തും നേർച്ച നേർന്നും പ്രാർത്ഥിക്കാവുന്നതാണ്. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സഹോദരി നേർച്ച നേർന്ന് എന്താ നേർച്ച നേർന്ന്? നിങ്ങൾ ശരിക്കും 2 ചെവിക്കും ദ്വാരാണ് ഓപ്പറേഷൻ നടത്തിയാലും പ്രയോജനം ഉണ്ടാവില്ലെന്ന് പറഞ്ഞപ്പോൾ ഒരു നേർച്ച നേർന്ന്. എന്താ നടന്നത്? 5 ആഴ്ച ഞാൻ മുടങ്ങാതെ അഭിഷേകാഗ്നി കാണാമെന്ന് പ്രാർത്ഥിക്കാമെന്നും സൗഖ്യം കിട്ടുകയാണെങ്കിൽ അട്ടപ്പാടി പോയി സാക്ഷ്യപ്പെടുത്താമെന്നും കർത്താവിൻ്റെ മുമ്പിൽ ഒരു വാക്ക്, ഒരു പ്രോമിസ്, ഒരു നേർച്ച, ഒരു വാഗ്ദാനം ചെയ്തു. അത് കർത്താവ് അത് സ്വീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് ഈ സാക്ഷ്യത്തിലൂടെ വലിയൊരു ക്ലാസ് പോലെ അച്ഛനോട് ആത്മാവ് സംസാരിച്ചു, ആ ചേച്ചിയിലൂടെ ദൈവാത്മാവ് സംസാരിച്ചു. നമ്മൾ ചെയ്യേണ്ട കാര്യം ഇങ്ങനെയാണ്: കർത്താവിൽ ശരണം വെച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഇവരൊന്നും ചിന്തിക്കേണ്ട. ഉദാഹരണം പറഞ്ഞാൽ, ഉത്കണ്ഠം മൂലം ആയുസ്സിൻ്റെ ദൈർഘ്യം വർദ്ധിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന മത്തായി സുവിശേഷം നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൽ തന്നെ ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അല്ലെങ്കിൽ വയലിൽ ലില്ലികളെ നോക്കുവിൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മളൊന്നും ചെയ്യണ്ട എന്നല്ല പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. കാരണം പക്ഷികൾ രാവിലെ ഉണരുന്നുണ്ട്, അവർ ചിറകിട്ടടിക്കുന്നുണ്ട്, അവർ തീറ്റ തേടി പറന്നു പോകുന്നുണ്ട്, അത് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. വേറെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നില്ല, കഴിഞ്ഞ പോയ ദിവസങ്ങളെക്കുറിച്ച് ആകുലപ്പെടുന്നില്ല, ഹൃദയവതയില്ല, ഉത്കണ്ഠയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 11-ാമത്തെ അധ്യായത്തിന് 21-ാം തിരുവചനം. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 11 വേഴ്സ് 21. കർത്താവിൽ ശരണം വെച്ച് നിന്റെ ജോലി ചെയ്യുക, മതി. ദൈവത്തിൽ ശരണപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു പോ, വേറൊന്നും ചിന്തിക്കണ്ട. പ്രഭാഷകന്റെ പുസ്തകം 32-24 പഠിപ്പിക്കുകയാണ്, കർത്താവിൽ ശരണപ്പെടുന്നവൻ ഒരിക്കലും നഷ്ടം സംഭവിക്കുകയാണ്, നഷ്ടം വരികയില്ല എന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രത്യേകിച്ച് നമുക്കറിയാം ഡിവൈൻ മേഴ്സി അല്ലെങ്കിൽ വിശുദ്ധ പൗസ്തീനെ അനുബന്ധിച്ചൊക്കെ എപ്പോഴും നമ്മൾ എപ്പോഴും പറയാൻ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ്, ഈശോയെ ഞാനെങ്കിലും ശരണപ്പെടുന്നു, ഈശോയെ ഞാനെങ്കിലും ശരണപ്പെടുന്നു, ജീസസ് ഐ ട്രസ്റ്റ് ഇൻ ദി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും യേശുവിൽ ശരണപ്പെട്ട്, കർത്താവിൽ ശരണപ്പെട്ട് നമ്മുടെ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് പോയിക്കുക. അങ്ങനെ ദൈവവിചാരത്തോടെ ദൈവത്തിൽ ശരണപ്പെട്ട് പോകുമ്പോൾ സംഭവിക്കുന്ന കാര്യം, നമുക്ക് വേണ്ട വഴികളെല്ലാം ദൈവം തന്നെ തെളിച്ച് തന്നുകൊണ്ടിരിക്കും. അതാണ് സുഭാഷിതങ്ങൾ 3:6. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു ജീവിതം, ഉത്കണ്ഠയില്ലാത്ത, ഹൃദയവതയില്ലാത്ത, ഇന്നിൽ ജീവിക്കുന്ന ഒരു ജീവിതത്തിന് വേണ്ടി കർത്താവിൽ ശരണപ്പെടാൻ കർത്താവ് നമ്മളെ വിളിക്കുന്നു. അൻപത്തഞ്ചാം സങ്കീർത്തനം 22-ാം തിരുലിഖിതം. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടെ നിന്നെ താങ്ങിക്കൊള്ളും. മനസ്സിൻ്റെ എല്ലാ അവസ്ഥകളും കർത്താവിൻ്റെ സന്നിധിയിൽ ഇപ്പോൾ സമർപ്പിക്കുകയാണ്. ദൈവമേ, പലപ്പോഴും ഞങ്ങൾ വിശ്വാസത്തെ ദുർബലരായി പോകുന്നുണ്ട്. ഞങ്ങളുടെ പ്രത്യാശ നഷ്ടപ്പെട്ട് ഞങ്ങൾ പെട്ടെന്ന് ഭയം, നിരാശ, ആദി, ആകുലത, ഉത്കണ്ഠ എന്നിവയ്ക്കെല്ലാം അടിമപ്പെട്ടു പോകുന്നുണ്ട്. പലപ്പോഴും കർത്താവെ, കഴിഞ്ഞ കാലത്തെ വീഴ്ചകൾ, കഴിഞ്ഞ കാലത്തെ പരാജയങ്ങൾ, പാപത്തിൽ വീണത്, ദൈവമേ ചെറുപ്പകാലത്തിൽ ചില അനുഭവങ്ങൾ, ജീവിതത്തിൻ്റെ പലതരത്തിലുള്ള കർത്താവ് ഞെരുക്കങ്ങളിൽ തകർന്നു പോയ സാഹചര്യങ്ങൾ, അതെല്ലാം ഓർത്ത് പലപ്പോഴും ഹൃദയത്തെ ഞങ്ങൾ തന്നെ കുത്തി മുറിവേൽപ്പിക്കാറുണ്ട്. ദൈവമേ, എൻ്റെ മനസ്സിൻ്റെ എല്ലാ മുറിവുകളും നീ നീക്കണേ കർത്താവെ. എൻ്റെ ഹൃദയത്തിൻ്റെ ഇങ്ങനത്തെ അവസ്ഥകളെല്ലാം അവിടുന്ന് മാറ്റണമേ കർത്താവെ. കർത്താവെ, അവിടുന്ന് അത്ഭുതകരമായി സുഖപ്പെടുത്തുന്ന ദൈവമാണല്ലോ. അവിടുന്ന് മുറിവേറ്റവരുടെ മുറിവുകൾ വെച്ചു കെട്ടുന്ന ദൈവമാണല്ലോ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുകയാണ്. കർത്താവ്, ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആദികാലം മുതൽ ഊറി നിന്നിടുന്ന ഭീതി ഉൾക്കണ്ട
തിന്മ നിരാശകൾ ആശയാ കരങ്ങൾ ഉയർത്തി വിളിച്ചു പ്രാർത്ഥിക്കുന്നു. എന്നിൽ വന്നിടണേ, മനസ്സിലെ ഭാരങ്ങൾ ദുഃഖങ്ങൾ നീയകറ്റിടണേ. ക്രിസ്തുവേ